അടുത്തതായി 362 നാമം. സർവലക്ഷണലക്ഷണ്യ. എല്ലാ ലക്ഷണങ്ങളോടും കൂടി ലക്ഷണ്യനായിട്ടിരിക്കുന്നു. ലക്ഷണ്യൻ എന്ന് പറഞ്ഞാൽ ലക്ഷണസമ്പന്നൻ. എല്ലാ ലക്ഷണങ്ങളോടും കൂടി ലക്ഷണസമ്പന്നനായി ഇരിക്കുന്നവൻ, ഉത്തമ ലക്ഷണത്തോടു കൂടിയവനായിരിക്കുന്നവൻ എന്ന് അർത്ഥം. ഭാഷ്യകാരൻ പറയുന്നു ലക്ഷ്മീപതിത്വം. ഇനി പറയുന്ന നാമങ്ങളെ കൊണ്ട് ഭഗവാന്റെ അടുത്ത ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മീപതിത്വം, ലക്ഷ്മിയുടെ പതി ആയിരിക്കുന്ന ഭഗവാന്റെ ആ സ്വഭാവം, ആ സ്വരൂപം. ഈ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബരാക് ഒബാമ, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു കോട്ടുണ്ട്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ മീ, ഐ ആം മിഷേൽസ് ഹസ്ബൻഡ്. എന്നെ അറിയാത്തവർക്ക് ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്താം, ഞാൻ മിഷേലിൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്നത് പോലെ ഇത്രയും നാമങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ് ഭാഷ്യകാരൻ. ഭഗവാൻ ലക്ഷ്മിയുടെ പതിയാണ്. പരാശര ഭട്ടർ ഒരുപക്ഷെ ഫെമിനിസ്റ്റ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ലക്ഷ്മി പതിത്വം, ലക്ഷ്മിയുടെ പതി. ലക്ഷ്മി എന്ന് പറയുന്നതും ഭഗവാൻ ഈ ഭഗവത് സ്വരൂപവും എന്താണ് എന്നുള്ളത് അടുത്ത 2 നാമങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ദേവി സങ്കല്പം എന്താണ്, അത് ഭഗവാനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ലക്ഷ്മിയുടെ പതി ആയിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. ഭാഷ്യകാരൻ പറയാണ്, അനന്തരം ലക്ഷ്മീപതിയായിരിക്കുന്ന മൂർത്തിയെക്കുറിച്ച് പറയുന്നു. സാക്ഷാൽ മഹാലക്ഷ്മിയാൽ എല്ലായ്പ്പോഴും ആലിംഗനം ചെയ്യപ്പെട്ടതിനാൽ സൗഭാഗ്യ സൂചകങ്ങളുടെ ലക്ഷണങ്ങളോടും ജ്ഞാനത്തോടും കൂടി ശ്രേഷ്ഠമായി നിലകൊള്ളുന്നു എന്നതിനാൽ സർവലക്ഷണലക്ഷണ്യ എന്ന് നാമം. എല്ലാ ലക്ഷണത്തോടും കൂടി ലക്ഷണങ്ങൾ ഉത്തമ ലക്ഷണ ആയിരിക്കുന്നവൻ, സർവലക്ഷണ ലക്ഷണ്യം. ഇപ്പം ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് പറയുന്നത്. അത് ലക്ഷ്മി പതിത്വം ആണ്, ലക്ഷ്മിയുടെ പതി സ്വരൂപമാണ്. സാക്ഷാത് മഹാലക്ഷ്മിയാൽ എല്ലായ്പ്പോഴും ആലിംഗനം ചെയ്യപ്പെട്ടതിനാൽ, ഭഗവാൻ എല്ലായ്പ്പോഴും മഹാലക്ഷ്മിയോടുകൂടി ആലിംഗനം ചെയ്യപ്പെട്ടിട്ട് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ശ്രീമൻ നാരായണൻ എന്ന് പറയുന്നത്. ശ്രീയോട് കൂടിയിട്ടുള്ള, ലക്ഷ്മിയോട് കൂടിയിട്ടുള്ള നാരായണൻ. ലക്ഷ്മിയോട് കൂടാത്ത ഒരു നാരായണ സങ്കല്പം ഇല്ല. എങ്ങനെയാണ് ശ്രീയും നാരായണനും ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ലക്ഷണങ്ങളോടും കൂടി സൗഭാഗ്യ സൂചകങ്ങളുടെ ലക്ഷണങ്ങളോടും. സൗഭാഗ്യ സൂചകം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അങ്ങനെയുള്ള ലക്ഷണങ്ങളോടും ജ്ഞാനത്തോടും, ഭഗവാന്റെ പ്രധാനപ്പെട്ട സ്വരൂപം, അത് ഭഗവാന്റെ ഗുണവുമാണ്, അത് സ്വരൂപവുമാണ്, അറിവാണ്, ജ്ഞാനം. ആ അറിവോടും കൂടി ശ്രേഷ്ഠമായി നിലകൊള്ളുന്നു എന്നതിനാൽ സർവലക്ഷണലക്ഷണ്യ എന്ന് നാമം. ആ ലക്ഷണങ്ങൾ പറയുന്നു. എങ്ങനെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. അതൊരു ധ്യാനമാണ്. ധ്യായേത് കമലഗർഭാഭം ദേവം ലക്ഷ്മീപതിം തഥ കമലാലയ ഹേതീശ വിഭൂഷിത കരദ്വയം. ഈ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. എങ്ങനെയാണ്? താമരയുടെ അകം പോലെ ചുവന്ന നിറത്തിൽ ശോഭിച്ചിരിക്കുന്നവനും, താമരയുടെ അകത്ത് ചുവന്നിരിക്കുന്നത് പോലെ ആ ചുവപ്പോട് കൂടിയവനും, ലക്ഷ്മീപതിയും കമലയുടെ ആലയമായ, ലക്ഷ്മിയുടെ ആലയമായ താമരയും അസ്ത്രങ്ങളുടെ ഈശനായ സുദർശനത്തെയും 2 കൈകളിലും ധരിച്ചിരിക്കുന്നവനും ആയ ആ ദേവനെ ധ്യാനിക്കേണ്ടതാകുന്നു. ഈ ലക്ഷ്മി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ കയ്യിലെ താമരയിലിരിക്കുന്നതായിട്ടാണ്. ലക്ഷ്മി അങ്ങനെ പല രീതിയിലും ഇരിക്കുന്നതായിട്ടുള്ള ധ്യാനങ്ങൾ ഉണ്ട്. ഭഗവാന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ഇരിക്കുന്നതായിട്ടുണ്ട്, ശ്രീവത്സത്തിൻ്റെ രൂപത്തിൽ.
ഈശ്വര സംഹിത എന്ന് പറയുന്ന പാഞ്ചരാത്ര ഗ്രന്ഥത്തിൽ 3 തരത്തിലുള്ള ലക്ഷ്മിമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 2 ലക്ഷ്മിമാർ ഭഗവാന്റെ 2 വശങ്ങളിലും, ഒരു ലക്ഷ്മി ഭഗവാന്റെ ഹൃദയത്തിലും ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്മിയുണ്ട്. അപ്പോൾ ഈ ലക്ഷ്മി സമേതനായിരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ ലക്ഷണങ്ങളോടും കൂടിയതാണ്. തുടർന്ന് പറയും തന്മനൗച, അതായത് ഭഗവാന്റെ ഈ പാഞ്ചരാത്രത്തിലെ മന്ത്രങ്ങളിലെ ചില ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് പരാശര ഭട്ടർ അതിന് വ്യാഖ്യാനിക്കുന്നത്. അതിലെ ഒരു മന്ത്രത്തിൽ പറയുന്നു, പുണ്ടരീകാക്ഷ സകല സുഖ സൗഭാഗ്യവാരിധേ, സകല സുഖങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സമുദ്രമായ അല്ലയോ താമരക്കണ്ണ. അത് മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സകല സുഖവും സൗഭാഗ്യവും ആണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോട് കൂടിയിരിക്കുന്ന ദേവതയാണ് നാരായണൻ. അതുകൊണ്ടാണ് ഭഗവാന് ശ്രീമൻ നാരായണൻ എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ഇരിക്കുന്ന മഹാലക്ഷ്മിയോട് കൂടിയിരിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് സർവലക്ഷണ ലക്ഷണ്യ എന്ന് നാമം. ഇനി 363 നാമം കൂടെ ആ വ്യാഖ്യാനം കൂടെ ചേർത്ത് വായിക്കുമ്പോഴേ നമുക്കിത് മുഴുവനായിട്ടും മനസ്സിലാവുകയുള്ളൂ. 363 നാമം ലക്ഷ്മീവാൻ. അപ്പോൾ ഭഗവാൻ സദാ ലക്ഷ്മിയോടുകൂടി ആലിംഗനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഭഗവാന്റെ ഹൃദയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ഭഗവാന്റെ വശത്തായിരിക്കും. എപ്പോഴും ലക്ഷ്മി ഭഗവാന്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം എന്താണ് ഈ ലക്ഷ്മി സ്വരൂപം എന്നുള്ളതാണ് ലക്ഷ്മീവാൻ എന്നുള്ള നാമം കൊണ്ട് പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നു, അതുപോലെ ലക്ഷ്മിയാൽ എല്ലായ്പ്പോഴും യോഗത്തോട് കൂടിയിരിക്കുന്നവൻ. ലക്ഷ്മിയ നിത്യയോഗവാൻ, ലക്ഷ്മിയോട് എപ്പോഴും കൂടിയിരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭഗവാന് ലക്ഷ്മീവാൻ എന്ന് നാമം. എന്താണ് ലക്ഷ്മി? ഭഗവാൻ പറയാണ്, ദ്വയം ദേവീപരിണയേ ലീലയേവ സമർപ്പയൻ പ്രകാശയൻ അനാദിത്വം ആത്മന പ്രകൃതേ സഹ മത്കരൈരനുവിധേയം പ്രകൃതി പ്രാകൃതൈരഹം. ഭഗവാൻ പറയാണ്, ഞാൻ എൻ്റെ പരിണയ സമയത്ത്, ലക്ഷ്മിയുമായിട്ടുള്ള പരിണയ സമയത്ത് എൻ്റേതും പ്രകൃതിയുടേതും ആയ അനാദിത്വത്തെ ലീലയായി ആ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ പ്രകൃതി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ശ്രീമൻ നാരായണൻ്റെ ശക്തിയാണ് ലക്ഷ്മി. ആ ലക്ഷ്മി തന്നെയാണ് മായാശക്തിയും ആയിട്ടുള്ളത്. ശ്രീമൻ നാരായണൻ്റെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള മായാശക്തി അല്ലെങ്കിൽ പ്രകൃതി ദേവിയാണ് മഹാലക്ഷ്മി. അപ്പോൾ ഞാൻ എൻ്റെ പരിണയ സമയത്ത് എൻ്റെയും പ്രകൃതിയുടെയും ആയ അനാദിത്വത്തെ ലീലയായി ആ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചു. ആ ദേവിയോട് രഹസ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ദേവി, അവിടുന്നും ഞാനും, അതായത് അവിടുന്ന് എന്ന് പറയുന്നത്, ലക്ഷ്മി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. പ്രകൃതി ആയിട്ടുള്ള ഞാനും, പ്രകൃതി ആയിട്ടുള്ള അവിടുന്നും, പുരുഷനായിട്ടുള്ള ഞാനും അനാദിയാണ്, ഒന്ന് തന്നെയാണ്. അനാദി എന്ന് പറഞ്ഞാൽ, രണ്ടുപേരും അനാദി എന്ന് പറഞ്ഞാൽ പ്രകൃതി ഇല്ലാതെ ഒരു കാലത്തും പുരുഷനുണ്ടായിട്ടില്ല, പുരുഷനില്ലാതെ ഒരു കാലത്തും പ്രകൃതിയും ഉണ്ടായിട്ടില്ല. എന്താണ് പ്രകൃതി? പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം, നമ്മൾ കാണുന്ന ഈ ലോകം, അതാണ് പ്രകൃതി. നമ്മൾ ആരാണ്? ഈ കാണുന്ന ഈ ഈ പ്രകൃതിയെ വീക്ഷിക്കുന്ന നമ്മൾ ആരാണ്? നാരായണനാണ്. നമ്മൾ എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രകൃതിയുണ്ട്, ഈ കാണുന്ന ലോകവും ഉണ്ട്. നമ്മൾ എപ്പോൾ ഇല്ലയോ അന്ന് ഈ ലോകവും ഇല്ല. നമ്മളിപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ ഈ ലോകത്ത് ജനിച്ചു, നമ്മൾ മരിച്ചതിന് ശേഷം ഈ ലോകം ഇങ്ങനെ തന്നെ പോകും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ പ്രകൃതിയും ജനിക്കും, ഈ കാണുന്ന ലോകവും ഉണ്ടാകും. നമ്മളില്ലാതാകുമ്പോൾ ഈ ലോകമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മളുടെ മക്കൾ ഒക്കെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ ചിന്തകൾ മാത്രമാണ്. നമ്മൾക്ക് ശേഷം നമ്മുടെ മക്കൾ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ ചിന്തകൾ മാത്രമാണ്. സത്യത്തിൽ അതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇല്ലാത്താവുന്നതോടുകൂടി ഈ ലോകവും ഇല്ലാതാകും. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ജീവനാണ്. അങ്ങനെ ഈ അനേകായിരം ജീവന്മാരുടെ കളക്റ്റീവ് രൂപമാണ് പുരുഷൻ. അങ്ങനെ അനേകായിരം ജീവന്മാരുടെ കളക്റ്റീവ് രൂപമായിട്ടുള്ള ആ പുരുഷൻ അനുഭവിക്കുന്ന കളക്റ്റീവായിട്ടുള്ള പ്രപഞ്ചമാണ് പ്രകൃതി. ഈ പ്രകൃതിയാണ് ലക്ഷ്മി ദേവി, ഈ പുരുഷനാണ് മഹാവിഷ്ണു. അപ്പോൾ എപ്പോൾ ഞാനുണ്ടോ അപ്പോഴൊക്കെ, ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഞാനെന്ന ബോധം, എപ്പോൾ ഞാനെന്ന ബോധമുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിൽക്കുന്ന ലോകം എന്നുള്ള ബോധവും നമുക്കുണ്ട്. അത് ഒരിക്കലും ഇല്ലാതിരിക്കില്ല. പ്രപഞ്ചം മാത്രമായി ഞാനില്ലാതിരിക്കില്ല, ഞാൻ മാത്രമായിട്ട് പ്രപഞ്ചവും ഇല്ലാതിരിക്കില്ല. എപ്പോൾ നാരായണനുണ്ടോ അപ്പോൾ ഈ ലോകമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പരിണയ സമയത്ത്, അതായത് മഹാവിഷ്ണുവും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹ സമയത്ത് പറഞ്ഞതാണ് ഈ ദേവിയോട്, അല്ലയോ ദേവി, ഞാനും നീയും അനാദിയാണ്, ഒന്നു തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ദേവിയുടെയും ആ ദേവി എൻ്റെയും കരങ്ങൾ ഗ്രഹിച്ചു. അങ്ങനെ അവൾ എന്നിലും ഞാൻ അവളിലും വസിക്കുന്നു. നാരായണൻ ആയിട്ടുള്ള ഭഗവാനും നാരായണനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചവും ഒരേ സാധനം തന്നെയാണ്, ഒരേ വസ്തു തന്നെയാണ്, ഒന്ന് തന്നെയാണ്. നാരായണൻ തന്നെയാണ് മഹാലക്ഷ്മി, മഹാലക്ഷ്മി തന്നെയാണ് നാരായണൻ. രണ്ടും തമ്മിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് അവർ ആശ്ലിഷ്ടരായിട്ട് ആലിംഗനം ചെയ്യപ്പെട്ടവരായിട്ട് ഇരിക്കുന്നത്. ഈ ആലിംഗനം ചെയ്യുമ്പോൾ ഒന്നായി തീരുകയാണ് ചെയ്യുക. ഒന്നേ ഉള്ളൂ ആലിംഗനം ചെയ്യുമ്പോൾ. രണ്ട് എന്നുള്ള ഭാവം ഒന്നായി തീരുന്നതാണ് ആലിംഗനം. അപ്പോൾ ഈ ശ്രീയെ ആലിംഗനം ചെയ്തിട്ടുള്ള നാരായണൻ എന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചവും ദ്രഷ്ടാവും ചേർന്നതാണ്. ഇതിന് രണ്ടിനും ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഇല്ല, വ്യക്തിപരമായിട്ടുള്ളൊരു നിലനിൽപ്പില്ല. ഞാൻ മാത്രമായി നിലനിൽക്കുകയാണ് പ്രപഞ്ചമില്ലാതെ, ഇല്ല. ഈ ലോകം മാത്രമുണ്ട്, ഞാനില്ല, അതുമില്ല. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഭാഷകാരൻ തുടർന്ന് പറയുന്നത്, ഇവിടെ പ്രകൃതി എന്നത് ജഗത്തിൻ്റെ മാതാവായ ലക്ഷ്മി ദേവിയാകുന്നു. ആ ശ്ലോകം ഒന്നുകൂടെ പറയാം. ദ്വയം ദേവീ പരിണയെ ലീലയേവ സമർപ്പയൻ പ്രകാശയൻ അനാദിത്വം ആത്മനാ പ്രകൃതേ സഹ മത്കരൈരനുവിധേയം പ്രകൃതി പ്രാകൃതൈരഹം യഥോഹമാശ്രിതശ്ചാസ്യാഹ മൂർത്തിമയ്യേതദാത്മിക. ഞാൻ അവസാനത്തെ വരി വായിച്ചിരുന്നില്ല. യഥോഹമാശ്രിതശ്ചാസ്യാഹ മൂർത്തിമയ്യേതദാത്മിക. അവൾ എന്നിലും ഞാൻ അവളിലും വസിക്കുന്നു. ഇവിടെ ഭാഷകാരൻ പറയുന്നു, ഇവിടെ പ്രകൃതി എന്നത് ജഗത്തിൻ്റെ മാതാവായ ലക്ഷ്മി ദേവിയാകുന്നു. ഭഗവാൻ എന്ന് പറയുന്നത് ജഗത് പിതാവും ലക്ഷ്മി എന്ന് പറയുന്നത് ജഗൻ മാതാവും ആകുന്നു. അല്ല എങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് കാണുന്നയാൾ, ദ്രഷ്ടാവും, ലക്ഷ്മി എന്ന് പറയുന്നത് ദൃശ്യവും. കാണപ്പെടുന്ന ഈ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള നമ്മൾ കാണുന്ന ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ അരങ്ങേറുന്ന ഈ ലോകം, ഇതാണ് ലക്ഷ്മി. കാണുന്ന നമ്മളോ നാരായണൻ. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ 363 നാമം ലക്ഷ്മിവാൻ. ഇനി 364 നാമം സമിതിഞ്ജയ. ഭാഷകാരൻ പറയാണ്, ലക്ഷ്മി ജഗന്മാതാവായതിനാൽ ഭഗവാൻ ജഗത് പിതാവാകുന്നു. ജീവന്മാർക്ക് നിവൃത്തി കൊടുക്കുകയും സ്വദാസ്യമാകുന്ന ക്ലേശത്തെ ജയിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ സമിതിഞ്ജയ എന്ന് നാമം. സമിതി എന്നുള്ള വാക്കിന് കൂട്ടം എന്നാണ് അർത്ഥം. ഒന്നിലധികം ആളുകളുടെ കൂട്ടം, യുദ്ധം എന്നൊരർത്ഥമുണ്ട്.
അപ്പോൾ ആ സമിതിയെ യുദ്ധത്തെ ജയിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്താണ് യുദ്ധം? ജീവന്മാർക്ക് നിവൃത്തി കൊടുക്കുകയും സ്വദാസ്യമാകുന്ന ക്ലേശത്തെ ജയിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഈ ജീവന്മാരെ രക്ഷിക്കുകയാണ് സമിതിഞ്ജയനായിട്ട്. ജീവന്മാർ ഏത് തരത്തിലുള്ള യുദ്ധമാണ്? സ്വദാസ്യമാകുന്ന ക്ലേശം, അതാണ് അവരുടെ ജീവന്മാരുടെ യുദ്ധം. എന്താണ് സ്വദാസ്യമാകുന്ന ക്ലേശം എന്ന് പറഞ്ഞാൽ? അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭഗവത് ദാസ്യം ചെയ്യുന്നവരാണ്. ദാസന്റെ ജോലി എന്താണ്? അനുസരിക്കുക. ഭഗവാന്റെ നിയന്ത്രണം കൂടാതെ നമുക്ക് ശ്വസിക്കാനോ നമുക്ക് ചിന്തിക്കാനോ, നമുക്കെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഓരോ വസ്തുവിനും ശ്വസിക്കാനോ ചിന്തിക്കാനോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ പരമനിയന്താവായിട്ടുള്ള ഭഗവാന്റെ ദാസന്മാരാണ്. ദാസന്മാരാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമല്ല. ഞാനൊരാളുടെ ദാസനാണ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പരമമായിട്ടുള്ള ഈശ്വരൻ്റെ ദാസനാണ് എന്ന് പറയുന്നതിലൊന്നും യാതൊരു തരത്തിലുള്ള മോശവും വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചിലർക്ക് അതൊരു കുറച്ചിലായിട്ടാണ് തോന്നുന്നത്. അപ്പം അതൊരു ക്ലേശമാണ്. അപ്പോൾ കാരണം എപ്പോഴും വേറൊരാളുടെ കാര്യം നമ്മളുടെ അല്ലാതെ വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമാണ്. അപ്പം അത് തന്നെ അത് ക്ലേശമാണ്. ആ ക്ലേശത്തെ ജയിക്കും ഭഗവാൻ. അതെങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന നമ്മൾക്കനുസരിച്ച് നമ്മൾ വേറൊരാളുടെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം പല സമയത്തും നമുക്കുണ്ടാവാറില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ചെയ്തു എന്നാണ് നമുക്ക് തോന്നാറ്. നമുക്കൊരു ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുമ്പോൾ ആ വിജയം നമ്മളുടേതാണ്. ഇപ്പോൾ എനിക്ക് ഒരു അവാർഡ് കിട്ടി, ആ അവാർഡ് എനിക്ക് കിട്ടിയതാണ്, എൻ്റെ പ്രവൃത്തികൾക്ക് കിട്ടിയതാണ്, എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്. ഞാനൊരു എക്സാം പാസ്സായി, അത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ആ ഒരു ബോധത്തിലാണ് എപ്പോഴും നമ്മൾ നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിജയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദമാണ് ഉണ്ടാകുന്നത്. അത് ആ ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ചിലരെങ്കിലും അത് ഈശ്വര കടാക്ഷം കൊണ്ടാണ് എന്ന് പറയുമ്പോഴും ആ ആനന്ദം ഞാനാണ് അനുഭവിക്കുന്നത്, അത് എൻ്റെ ക്രെഡിറ്റിലാണ് കിട്ടുന്നത് എന്നുള്ള ബോധം നമ്മളിലുണ്ട്. അങ്ങനെ ആ ബോധം ഉള്ളതുകൊണ്ട് ഭഗവാന്റെ നമ്മൾ വേറൊരു ഉയർന്ന ശക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ള സത്യം, പരമാർത്ഥം കുറച്ച് സമയത്തെങ്കിലും നമ്മൾ വിസ്മരിക്കാറുണ്ട്. ആ വിസ്മരിക്കുന്നത് ഭഗവാന്റെ ലീല കൊണ്ടാണ്. ഭഗവാൻ നമ്മൾക്ക് കർത്തൃത്വം നൽകിയിരിക്കുന്നു എന്ന് ഭഗവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കർത്തൃത്വം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഭഗവാൻ നമുക്ക് തന്നെയാണ് തരുന്നത്. നമ്മളൊരു പരിപാടി അല്ലെങ്കിൽ ഒരു കാര്യം എടുത്ത് പ്രവർത്തിച്ച് വിജയിപ്പിക്കുമ്പോൾ ആ വിജയിച്ചതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾക്ക് തന്നെയാണ് കിട്ടുന്നത്. നമ്മളിലൂടെ ആ പ്രവൃത്തി വിജയിച്ചതിൻ്റെ ആനന്ദം നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല, ഭഗവാന്റെ ആ ഒരു അല്ലെങ്കിൽ ഈ പ്രകൃതി ശക്തിയുടെ ഒരു ദാസൻ ആയതുകൊണ്ടാണല്ലോ ഞാൻ ഈ വിജയിച്ചത് എന്നൊരിക്കലും ചിന്തിക്കില്ല. ഒരു വിജയവും നമ്മളുടെ കഴിവ് കൊണ്ട് വിജയിച്ച ഒരു വിജയവും നമ്മൾ വേറൊരാളിൽ നമ്മളെക്കാൾ ഉയർന്ന ഒരു ശക്തിയിൽ ഒരു പരിധി വരെ സമർപ്പിക്കാറില്ല. പറയും നമ്മൾ ഈശ്വരൻ്റെ ഗുണം കൊണ്ട്, ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ ആ കിട്ടിയ വിജയത്തിൻ്റെ ആനന്ദം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ പറയുന്ന നമ്മളുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എങ്കിലും ആ നിയന്ത്രണം കൊണ്ടുണ്ടാകുന്ന ക്ലേശം നമ്മളിൽ ഭഗവാൻ ചെലുത്താറില്ല. അത്രയും വളരെ കരുണാമയനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് സമിതിഞ്ജയ എന്ന് നാമം.
ഈ സമിതിഞ്ജയ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ പറയാം. സമിതി എന്നുള്ളതിന് അർത്ഥം കൂട്ടം, യുദ്ധം എന്നൊക്കെയാണ്. കൂട്ടം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം, രണ്ട് എന്നുള്ള അവസ്ഥ, ഒന്നിലധികം എന്നുള്ള അവസ്ഥ, ഒന്ന് അല്ലാത്ത അവസ്ഥയാണ് കൂട്ടം. ഒന്ന് അല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്യുവാലിറ്റി, രണ്ട് എന്നുള്ള അവസ്ഥ. ഈ രണ്ട് എന്നുള്ള അവസ്ഥ എവിടെ നിലനിൽക്കുന്നുവോ, കൂട്ടം എവിടെ നിലനിൽക്കുന്നുവോ അവിടെ യുദ്ധം ഉണ്ടാകും, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പം ഈ കോൺഫ്ലിക്റ്റിനെ, രണ്ട് എന്നുള്ള അവസ്ഥയെ ജയിച്ചവൻ, ഒന്നായവൻ എന്നുള്ള അർത്ഥത്തിലും സമിതിഞ്ജയ എന്ന് നാമം എടുക്കാം. അഖില ദുഃഖജയ ഇതി മന്ത്രവർണ്ണ. വേറൊരു മന്ത്രത്തിലെ ഭാഗം പറയുന്നു അഖില ദുഃഖജയ, എല്ലാ ദുഃഖങ്ങളെയും ജയിക്കുന്നവൻ. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് എന്നുള്ള അവസ്ഥയാണ് ദ്വിവിധ, ദ്വിവിധ. ഈ രണ്ട് എന്നുള്ള അവസ്ഥയിലാണ് ദുഃഖം ഉണ്ടാകുന്നത്. ഈ രണ്ട് എന്നുള്ള അവസ്ഥ ഇല്ല എങ്കിൽ ദുഃഖം ഇല്ലാതെയാകും. അതുകൊണ്ട് ഭഗവാന് 364 നാമം സമിതിഞ്ജയ.